ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. ഹയർ സെക്കൻഡറി മേഖലയെ ഇല്ലാതാക്കാനുള്ള നയങ്ങളുമായാണ് ഇടത് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് KHSTU നേതാക്കൾ. സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. 90-91 കാലയളവിൽ ആരംഭിച്ചിട്ടുള്ള ഹയർ സെക്കൻഡറി മേഖല, ആ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകളുടെ കാലത്ത് വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനം നടത്തിയതിന്റെ ഫലമായി ഈ മേഖല സംരക്ഷിക്കപ്പെട്ടു പോവുകയും വളരെ ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്ത വേളയിൽ കഴിഞ്ഞ 9 വർഷക്കാലമായി ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ മേഖലയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. 99-2000 കാലയളവിൽ ഈ സാർവത്രികമായി +2 നടപ്പിലാക്കപ്പെട്ട സമയത്ത് അവർക്ക് ആ അധ്യാപകർക്ക് ആവശ്യമായിട്ടുള്ള പോസ്റ്റ് ക്രിയേഷനും ശമ്പള നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചു തന്നത് അന്നത്തെ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. പിന്നീട് വന്ന ഇടത് സർക്കാരുകൾ ഈ മേഖലയെ മാത്രം ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. KHSTU സിൽവർ ജൂബിലി സമ്മേളനം ജനുവരി 26, 27, 28 തീയതികളിൽ കോഴിക്കോട് നടക്കും. KP കേശവമേനോൻ ഹാൾ, ബീച്ച്, KHSTU ഭവൻ എന്നിവിടങ്ങളിലാണ് സമ്മേളനം നടക്കുക. പൊരുതി ജയിച്ച് 25 വർഷങ്ങൾ എന്ന പ്രമേയവുമായി കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയന്റെ സിൽവർ ജൂബിലി സമ്മേളനത്തിന് പൈതൃക നഗരമായ കോഴിക്കോട് ആതിഥേയത്വം വഹിക്കുകയാണ്. കൗൺസിൽ മീറ്റ്, സിൽവർ ജൂബിലി നേതൃസംഗമം, ഉദ്ഘാടന സമ്മേളനം, ചർച്ചാവേദി, സാംസ്കാരിക സംഗമം, കുടുംബ സംഗമം, തീം സെഷൻ, പ്രതിനിധി സമ്മേളനം, വിദ്യാഭ്യാസ സമ്മേളനം, യാത്രയയപ്പ് സമ്മേളനം, അധ്യാപക പ്രകടനം എന്നിവ സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ നിസാർ ചോളേരി, ഷമീർ P, ഷമീർ അഹമ്മദ്, അഷ്റഫ് ചാലിയം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാടക കലാകാരൻ KV വിജേഷ് അന്തരിച്ചു.